ഹലോ. അപ്പോൾ ഇന്ന് ഓണപ്പരിപാടിയാണ്. ഷാനുവിൻ്റെ സ്കൂളിലും ഓണത്തിൻ്റെ സെലിബ്രേഷനാണ്. ഞാൻ പോകുന്ന ജിമ്മിലും ഓണത്തിൻ്റെ സെലിബ്രേഷനാണ്. അപ്പോൾ രണ്ടും കൂടെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഷാനുവിൻ്റെ മുണ്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അയൺ ചെയ്ത് ഉടുത്ത് കൊടുക്കുകയാണ്. അവന് നല്ലൊരു പേടിയുണ്ട് അഴിഞ്ഞു പോകുമെന്ന്. അപ്പോൾ അഴിയാത്ത രീതിയിലൊന്ന് ഉടുത്ത് കൊടുക്കണം. പിന്നെ ഊത്തിക്ക അപ്പോൾ ജിമ്മിലത്തെ ഓണപ്പരിപാടിക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ പായസം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആരൊക്കെയാണ് ഇങ്ങനെ മിൽക്ക് മെയ്ഡ് അതിൻ്റെ ടിന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആരൊക്കെയാണ് കഴിക്കുക അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളെപ്പോഴും ഇങ്ങനെ കഴിക്കാറുണ്ട്. അതിനിടയിൽ കൂടെ അവന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അതിന് മുട്ടപ്പാലട ഉണ്ടാക്കി. അങ്ങനെ ഞാനും അവനും മുട്ടപ്പാലടയൊക്കെ കഴിച്ച് അങ്ങനെ റെഡിയായി കേട്ടോ. ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഇത് പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് ഉണ്ടാക്കണതുകൊണ്ട് മോനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവനെ നന്നായി കഴിച്ചു. ഇതിനിടയിൽ കൂടെ പായസ പരിപാടിയും ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ മുട്ടപ്പാലട റെഡിയായി. ഇത് ചൂട്ടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ പായസ പരിപാടിയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടാണ് ഇത് റെഡിയാക്കിയത്. അങ്ങനെ മോൻ കഴിച്ചു, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ജിമ്മിലോട്ട് വന്നു കേട്ടോ. ജിമ്മിലോട്ട് വന്നപ്പോൾ അധികം ആരും എത്തിയിട്ടില്ല, 2-3 പേരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ പരിപാടി സുന്ദരിക്ക് പൊട്ടുതൊടൽ അതായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഹണി റോസിൻ്റെ പിക്ചറൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ നമ്മുടെ ജിമ്മിലെ ഓണർ തന്നെ ആദ്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൃഷ്ണ ചേച്ചി ഞങ്ങൾ ആദ്യം തന്നെ കയറ്റി വിട്ടു കേട്ടോ. അടുത്തത് ഞാൻ.
അപ്പോൾ ഇതാണ് കറക്റ്റ് സെൻറ്റർ നോക്കി പൊട്ട് വെച്ച ആൾ കേട്ടോ. Hey, sugar. Ready? 1, 2, 3, start. Ready, 1, 2, 3, start. Ready, 1, 2, 3, start. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സദ്യയും കഴിച്ച് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. അതിനുശേഷം പാലക്കാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ പാലക്കാട്ടിലോട്ട് പോവാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.